സാമ്രാജ്യം 2 ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അപ്രതീക്ഷിതമായി ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നു. നാളെ രാവിലെ 11:11 ഒരു ബിഗ് അപ്ഡേറ്റ് വരുന്നു എന്നതുള്ള ഒരു അപ്ഡേറ്റ് പോസ്റ്റർ. ആ പോസ്റ്ററിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നായകൻ. ഏതൊരു മലയാളികൾക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും അത് മമ്മൂട്ടിയാണെന്ന്. പിന്നെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ചിത്രമാകുമോ എന്നറിയാൻ വേണ്ടി. ഒരു ബിഗ് സിനിമയുടെ പോസ്റ്റർ തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. എന്നാൽ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച് ജോമോൻ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത് വൻ വിജയം നേടിയ ചിത്രമായിരുന്നു സാമ്രാജ്യം. ഇന്നത്തെ കാലഘട്ടത്തിലെ മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു സാമ്രാജ്യം 2. തെലുങ്കിലും തമിഴിലുമൊക്കെ ഒരുപാട് ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയ ചിത്രം കൂടിയാണ് സാമ്രാജ്യം. എന്നാൽ ഇന്ന് സാമ്രാജ്യം റീ റിലീസിന് ഒരുങ്ങുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് പോലും ആവേശം കാണില്ല. കാരണം റീ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾക്ക് പൊതുവെ സ്വീകാര്യത കുറവാണ്. അതിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളും. മമ്മൂട്ടിയുടെ കുറച്ച് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രമാത്രം വിജയം കൈവരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ആ കാലഘട്ടത്തിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് സാമ്രാജ്യം. കൂടാതെ തമിഴിലും തെലുങ്കിലും ഒട്ടനവധി ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയ ചിത്രം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ ഈ ചിത്രം റീ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് പോലും ആവേശം കാണുന്നില്ല. കാരണം പൊതുവെ ഒരു മലയാള സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ്. റീ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെ. അതിന് കാരണം മോഹൻലാലിന്റെ റീ വാച്ചിങ് വാല്യൂ ഉള്ള സിനിമകളാണ് വീണ്ടും വീണ്ടും റീ റിലീസായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആരാധകർ ആഘോഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ അവസാനമായി ഇറങ്ങിയ ചോട്ടാ മുംബൈ പോലും ആരാധകരാണ് സ്വീകരിച്ചത്. അല്ലാതെ മലയാള സിനിമാ ലോകം ഒന്നാകെ ഒരു റീ റിലീസ് ചിത്രം ഏറ്റെടുക്കുന്നതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർക്ക് പോലും വലിയ ഒരു ആകാംക്ഷ ഇതിലില്ല എന്ന് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷിച്ചത് സാമ്രാജ്യത്തിന്റെ 2ാം ഭാഗം പ്രഖ്യാപിക്കുന്നു എന്നതായിരുന്നു. കാരണം ഇന്നലെ വന്ന പോസ്റ്ററിനടിയിൽ അതുപോലെയുള്ള കമന്റുകളായിരുന്നു വന്നത്. മമ്മൂട്ടിയുടെ മെഗാ തിരിച്ചുവരവ് ചിത്രം പ്രഖ്യാപിക്കുന്നു, സാമ്രാജ്യം 2 ആണ് പ്രഖ്യാപിക്കുന്നത് എന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു ഏറെയും. എന്നാൽ റീ റിലീസ് ആയതുകൊണ്ട് തന്നെ എത്രയോളം രൂപ കളക്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. സെപ്റ്റംബറിലാണ് ചിത്രം റീ റിലീസായി തിയേറ്ററുകളിലെത്തുക. മമ്മൂട്ടിയുടെ പഴയകാല ചിത്രങ്ങൾ അതുപോലെ തന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഒരു റീ റിലീസ് ചിത്രത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. മമ്മൂട്ടി ചിത്രങ്ങളിൽ റീ റിലീസിനായി മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബി എന്ന ചിത്രത്തിന്റെ റീ റിലീസിനായിട്ടാണ്. എന്നാൽ ആ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടുമില്ല. ബിഗ് ബി റീ റിലീസായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് കരുതുന്നത്. കാരണം മമ്മൂട്ടി ആരാധകരല്ലാതെ മലയാള സിനിമാ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ബിഗ് ബി. അത് റിലീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മമ്മൂട്ടിയുടെ റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാകാം